മക്കളെ നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്താണെന്ന് മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഫോട്ടോ പീരിയോഡിസത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെന്റ് ഏതാണ് കണ്ടുപിടിക്കാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ആരെങ്കിലും കണ്ടുപിടിച്ചോ? അപ്പൊ ഏതാണ് ആ പിഗ്മെന്റ്? ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഫൈറ്റോക്രോം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ പീരിയോഡിസത്തിലെ മെയിൻ റോൾ ഉള്ളത് ഈ ഒരു പിഗ്മെന്റിനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? ഓക്കെ, അപ്പൊ ഈ പ്ലാന്റ്സിന്റെ ഏറ്റവും ടിപ്പിലുള്ള ലീവ്സ് ഉണ്ടാവും, മെച്ചൂർഡ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാവും. ആ ഒരു ഇലകളിലായിരിക്കും ഈ ഫൈറ്റോക്രോം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെയാണ് ലൈറ്റ് വന്ന് വീഴുന്നത് അല്ലെ. അപ്പൊ ഈ ലൈറ്റിനെ സെൻസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പിഗ്മെന്റ് ആണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുക? പെർട്ടിക്കുലർ സിഗ്നൽ എവിടെ എത്തുന്നു? എപ്പിക്കൽ മെരിസ്റ്റത്തിൽ എത്തുന്നു. അവിടുന്ന് അതിന്റെ ജീൻസിനെ കറക്റ്റ് ആയിട്ട് അവർ പോയി ഇൻഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഫ്ലവറിംഗ് നടക്കുന്നു. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, then thank you.